കഥാപാത്രത്തിലുള്ള മുഹമ്മദിനെയാണ് എടുത്തു വെച്ച് അദ്ദേഹം കുഞ്ഞുമുഹമ്മദിന്റെ തിരക്കഥയുടെ രീതിശാസ്ത്രം. കുഞ്ഞു മുഹമ്മദിന്റെ ആണെങ്കിലും പക്ഷെ അതിനു വേണ്ടിയിട്ട് അദ്ദേഹം മാപ്പ് പറയേണ്ട ആവശ്യം എന്താ? അത് പറഞ്ഞാൽ ഇവര് ക്ഷമിക്കുവോ? അല്ല, അതിന് ജോസഫ് മാഷ് ഇതുവരേക്കും മാപ്പും പറഞ്ഞിട്ടില്ല. അദ്ദേഹം അങ്ങനെ ഒരു പ്രവാചകൻ നിന്ന് നടത്തിയിട്ടുമില്ലല്ലോ. അത് നടത്തിയിട്ടുണ്ടെന്ന് ഹൈക്കോടതിക്ക് പോലും തെളിയിക്കാൻ കഴിഞ്ഞില്ലല്ലോ. അദ്ദേഹം അങ്ങനെ ഒരു നിന്ന് നടത്തിയിട്ടില്ല. മുഹമ്മദ് എന്ന ഒരു പേരവിടെ പരാമർശിച്ചതിന്റെ പേരിലല്ലേ ഇവരിതെല്ലാം ചെയ്തത്. മുമ്പ് ഒരു ക്രിസ്ത്യൻ കോളേജിലെ കുട്ടികള് മൈമെന്ന് പറയുന്ന ഒരു കലാരൂപം കളിക്കാൻ വേണ്ടി പർദ്ദയും മക്കനെയും വിട്ടു. അതിന്റെ പേരിൽ അദ്ദേഹത്തെ കൊണ്ട് ഇവര് മാപ്പ് പറയിപ്പിച്ച ടീമാ. അപ്പൊ ഇങ്ങനെ മാപ്പ് പറയാൻ വേണ്ടി ഇരുന്നാൽ മാപ്പ് പറയാനേ പറ്റൂ. അതുകൊണ്ട് ജോസഫ് മാഷ് പറഞ്ഞു, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഞാനൊരു പ്രവാചകൻ നിന്ന് നടത്തിയിട്ടില്ല. അദ്ദേഹം ആ നിലപാടിൽ അന്ന് ഉറച്ചു നിന്നത് കൊണ്ടാണ് ഇന്ന് നമുക്കിവിടെ ഇരുന്ന് മതവിമർശനം നടത്താൻ പറ്റുന്നത്. മതവിമർശനം നടത്താൻ പറ്റുന്നത് എനിക്ക് അങ്ങനെയല്ല ഞാൻ തോന്നുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ BJP ഗവൺമെന്റ് ഇന്ത്യ ഭരിക്കുന്നത് കൊണ്ടാണ് എന്നാണ് എന്റെ വിശ്വാസം. വ്യാപിച്ചു വരുന്ന ഷോപ്പുകൾ തന്നെ ഭയങ്കര ഡേഞ്ചറാണ്. അതായത് ഇവർ ഈ ഷോപ്പ് ഇട്ടിട്ട് എന്താന്ന് വെച്ചാൽ ഈ നോൺ മുസ്ലിംസ് ആയിട്ടുള്ള ലേഡീസിനൊക്കെ അട്രാക്ട് ചെയ്തും അവരെ ട്രാപ്പിലാക്കുന്ന പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ എനിക്ക് പരിചയമുള്ളപ്പോൾ ഒരു പെൺകുട്ടീനെ ഒരു ട്രാപ്പിലാക്കി ഷോപ്പ് നടത്തിയിട്ട് അത് ഇങ്ങനെ അവിടെ സാധനങ്ങൾ വാങ്ങാൻ വന്നിട്ട് അവസാനം അതിനെ ആ പെൺകുട്ടിക്ക് ഈ ചെക്കനെ മതി, ഷോപ്പ് നടത്തുന്ന മുസ്ലിം ചെക്കനെ. അങ്ങനെ അത് കല്യാണം കഴിച്ചു കൊടുത്തു. അപ്പൊ ഇത് ഇവര് ഈ ടാർഗറ്റ് ചെയ്തിട്ട് ഇങ്ങനെ കുട്ടികളെ വളച്ചെടുത്തു കൊണ്ടിരിക്കുകയാണ് എന്നാണ് മനസ്സിലാവുന്നത്. ഇവര് ഈ ഷോപ്പ് കുറെ അവരുടെ വീടിന്റെ അവിടെ ഒക്കെ ഇട്ടുകൂടെ? എന്തിനാണ് ഈ വേറെ സ്ഥലത്തൊക്കെ വന്നിട്ട് ഷോപ്പുകൾ ഇടുന്നത്? ഇതൊക്കെ ഭയങ്കര അപകടകരമായിട്ട് തന്നെയാണ് പോകുന്നത്. ഇത് നല്ല പോലെ ഇവര് വാച്ച് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എന്താന്ന് വെച്ചാൽ ഇവര് നല്ല പോലെ ഇപ്പൊ നമ്മളൊക്കെ എങ്ങോട്ടാ പോകുന്നതെന്നൊക്കെ വ്യക്തമായിട്ട് ഇവര് നോക്കിയിരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഇതൊക്കെ ഭയങ്കര ഡേഞ്ചറാണ്. ഇവര് ഈ ഷോപ്പ് കുറയ്ക്കാൻ ഒറ്റ വഴി എനിക്ക് തോന്നുന്നത് ഈ പോർക്കിന്റെ ഉൽപ്പന്നങ്ങൾ കൂടുതലായിട്ട് വിൽക്കുന്ന ഷോപ്പുകൾ വരണം. അപ്പൊ ഇവന്മാരെ ശല്യം അങ്ങോട്ട് ഒഴിഞ്ഞു കിട്ടും. ഇതിങ്ങനെ ഇവര് ഈ തീവ്രവാദം നമ്മളെ മുഴുവനും നശിപ്പിക്കണം എന്നുള്ള ചിന്തയോടുകൂടെ വന്നിട്ടാണ് ഈ ഷോപ്പുകൾ നടത്തുന്നത്. ഇതിനുള്ള ഫണ്ട് ഇവർക്കൊക്കെ കിട്ടുന്നുണ്ട്. അല്ലെങ്കിൽ ഈ പണ്ട് മുതൽ ഈ പൈസ ഇല്ലാത്ത മുസ്ലിങ്ങളുടെ ഇടയിൽ പെട്ടെന്ന് എങ്ങനെ ഇത്രയും ക്യാഷ് വരുന്നു? എഡ്യൂക്കേഷന് ഒന്നുമില്ലാത്ത ആളുകളുടെ ഇടയിൽ ഓക്കെ, എഡ്യൂക്കേഷന് പണ്ട് മുതൽ ക്യാഷ് ഉള്ളവരാണെങ്കിൽ ഓക്കെ. ഇത് പെട്ടെന്ന് ഒരു ക്യാഷ് വരവും ഇത്രയും ബിസിനസ് ഒക്കെ നടത്താൻ എങ്ങനെയാണ് ഇവർക്ക് ക്യാഷ് വരുന്നത്? ഇതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടതാണ് ഗൗരവമായിട്ട്. എന്താന്ന് വെച്ചാൽ ഇവർക്ക് ഒരു ഫിനാൻഷ്യൽ ബിസിനസ് നടത്തണമെന്നൊന്നും അല്ല. നമ്മുടെ പ്രശ്നം വെച്ചാല് നമ്മളുടെ ആ സ്വകാര്യതയിലേക്ക് കയറി ചെന്ന് നമ്മുടെ കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി. ഒരു ലെന ജോൺ ഒരു കഴിഞ്ഞ ഈസ്റ്ററിന്റെ ദിവസമാണ് കുഴിമന്തി കഴിച്ചെന്ന് മറ്റേ കുട്ടി മരിക്കണം. ഒരു നേഴ്സാണ്. ആ കുട്ടി പുറത്തൊക്കെ പോകാൻ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. ആ കുട്ടി ഇത്രയും നല്ലൊരു ഇതായിട്ട് അവരുടെ ഈസ്റ്റർ ദിവസം അവിടെ പോയി മരിച്ചു കിടക്കാണ്. അപ്പം അങ്ങനത്തെ അതുപോലെ ഇപ്പൊ കോർപ്പറേറ്റ് ജിഹാദ്, ഈ കുട്ടികളിനെ ജോലി അല്ലെങ്കിൽ ശമ്പളം കൂടുതൽ തരാം, അവന് ജോലി കയറ്റി തരാം എന്നൊക്കെ പറയുകയും പിന്നെ അത് നിർബന്ധിച്ച് പിന്നെ ഈ ബീഫ് തീറ്റിക്കുക, വ്രതം എടുക്കുക, ഇതൊക്കെ ചെയ്യിച്ച് അപ്പൊ ഇവര് ഇങ്ങനെ എല്ലാവിടെയും ഇങ്ങനെ ട്രെയിൻഡായ ആൾക്കാർ ഇറങ്ങി ഇവരെന്താണ് ഇങ്ങനെ ഉദ്ദേശിച്ചത്? ഇവർക്ക് എന്ത് നേട്ടമാണ് കിട്ടുന്നത്? ഇപ്പൊ ഇങ്ങനെ ഈ ഭാരതത്തെ ഇവിടുത്തെ ഈ നമ്മുടെ ഒരു ഫാബ്രിക് ഉണ്ട് എന്ന് വെച്ചാൽ നമ്മുടെ ഒരു സംസ്കാരം, അത് നമ്മളതിലിപ്പോ ഒരു ഹിന്ദു അങ്ങനെയൊന്നും അല്ല, ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ഒന്നും അല്ല, നമ്മുടേതായ ഒരു സംസ്കാരമുണ്ട്. അത് അതാണ് ഭാരതം എന്ന് പറയുന്നത്. അതങ്ങനെ ആ ഭംഗിയിൽ നിലനിന്നാലേ, അല്ലാതെ ഇപ്പൊ എല്ലാവരും പിടിച്ച് ഈ കുപ്പായത്തിലടിച്ച് ഈ രൂപം അങ്ങനെ ആക്കിയിട്ട് എന്ത് കിട്ടാനത്? എന്ത് കിട്ടും ഇവർക്ക്? അതിന് മറുപടി ഞാൻ പറഞ്ഞുതരാം. അതായത് ഒരാളെ ഇപ്പം ഹിന്ദു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഒരു പെൺകുട്ടിയെ മതം മാറ്റിക്കൊണ്ടുവന്നാൽ ഇവർക്ക് കിട്ടുന്നത് കോടികളാണ്. അത് കഴിഞ്ഞാൽ ഇവർക്ക് അടുത്ത വല വിരിക്കാം. ഇപ്പോൾ കണ്ണൂരിൽ നിന്ന്
ഐസിസിലേക്ക് പോയ റാഷിദ് അബ്ദുള്ള, അവനാണ് ഈ നിമിഷ ഫാത്തിമയൊക്കെ കൊണ്ടുപോയത്. അവന് നല്ല രൂപത്തിൽ പണം കിട്ടിയില്ലേ? ഇപ്പോൾ തന്നെ ഒരു രേണു അനിൽ എന്ന് പറയുന്ന ഒരു സ്ത്രീ. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരുപാട് പെൺകുട്ടികളുടെ പേരുകൾ നമ്മൾ തന്നെ ഒരുപാട് ചാനൽ ചർച്ചകളിലൊക്കെ പരാമർശിക്കപ്പെട്ടിട്ടുള്ള പേരുകളാണ്. ഈ പെൺകുട്ടികളൊക്കെ ഇവന്മാരാൽ പീഡിപ്പിക്കപ്പെട്ട് ചതിക്കപ്പെട്ട് ഒടുവിൽ അവര് ജീവൻ ഒടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുന്നു. ഇപ്പോൾ സിസ്റ്റർ പറഞ്ഞല്ലോ, സിസ്റ്ററെ ഞാൻ പറ്റിക്കുന്നു എന്ന് വിചാരിക്കുക, സാമ്പത്തികമായിട്ടായിക്കോട്ടെ, അതല്ലെങ്കിൽ വിശ്വാസം മുതലെടുത്തിട്ടായിക്കോട്ടെ. അതിൻ്റെ അർത്ഥം എൻ്റെ മിടുക്കു മാത്രമല്ല, നിങ്ങളുടെ കഴിവുകേട് കൂടിയുണ്ട്. അതായത് നമ്മുടെ പെൺകുട്ടികൾ ഇതൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും, നമ്മൾ പറയാറുണ്ടല്ലോ വേലി ചാടുന്ന പശുവിന് കോലുകൊണ്ട് മരണമെന്ന്. നമ്മുടെ സുഹൃത്തുക്കൾ ആരാണ്? ഈ സുഹൃത്തുക്കള് നല്ല സൗഹൃദപരമായ കാര്യങ്ങൾ പറയേണ്ടടുത്ത് മതം പറയുമ്പോൾ അവരിൽ നിന്നും ഒരകലം പാലിക്കണം എന്ന് നമ്മുടെ കുട്ടികൾക്ക് ഇനിയും അറിയാതെ പോകുന്നത് കൊണ്ടാണ് ഇതുപോലെയുള്ള വലയിൽ ചെന്ന് അകപ്പെടുന്നത്. അപ്പോൾ ഈ അകപ്പെടുത്തുന്ന TCS വിഷയം പോലെ തന്നെ നിദാ ഖാൻ എന്ന് പറയുന്ന സ്ത്രീയുടെ കഴിവും മികവുമല്ല, മറിച്ച് അതിനകത്ത് അകപ്പെട്ടുപോയ 8 പെൺകുട്ടികളുടെ കഴിവുകേട് കൂടി ഇതിനകത്തുണ്ട്. ഇവിടെ നിസ്സഹായത എന്ന ഒരു പ്രശ്നം വേറെയുണ്ട്, ഭീഷണി എന്ന് പറയുന്ന ഒരു പ്രശ്നം വേറെയുണ്ട്. പിന്നെ ഈ പെൺകുട്ടികൾ IT മേഖലയിൽ എഫിഷ്യൻസി തെളിയിച്ച പെൺകുട്ടികളാണ്. ഇവരവിടെ ജോലിക്ക് കയറി കഴിഞ്ഞപ്പോൾ ഇവരോട് തട്ടമിടാൻ പറയുന്നു, നമസ്കരിക്കാൻ പറയുന്നു, കലിമ ചൊല്ലാൻ ആവശ്യപ്പെടുന്നു, മതം മാറാൻ പറയുന്നു. ഇനി മക്കളില്ലെങ്കിൽ അവരെ ഇങ്ങോട്ട് കൊണ്ടുതാ, ഞങ്ങൾ മക്കളെ ഉണ്ടാക്കി തരാമെന്ന് പറയുന്നു. ഇപ്പോ ഇത്രയും നാളും ഇവരിത് സഹിച്ചു, വർഷങ്ങൾ 3-4 വർഷം ഇവരിത് സഹിച്ചു. അതിൽ ഒരാൾ പരാതിയുമായി മുന്നോട്ട് പോകുന്നു. ഇവർ കുറേ പ്രാവശ്യം പരാതികൾ കൊടുത്തു. ഒടുവിൽ ഒരു മെയിലിലാണ് ഇവർക്കൊരു ആൻസർ കിട്ടുന്നത്. നിദാ ഖാന് പരാതി കൊടുത്തു. അപ്പോൾ ആ സ്ത്രീ തന്നെയാണ് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത് എന്ന് മനസ്സിലായി. ഒരാൾ തുനിഞ്ഞിറങ്ങിയപ്പോൾ പിന്നാലെ 8 പേരാണ് പരാതിയുമായിട്ട് മുന്നോട്ട് വന്നത്. ആ ഒരു പെൺകുട്ടി തയ്യാറായിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ ഇവരൊക്കെ ഇത് സഹിക്കുമായിരുന്നു, അഡ്ജസ്റ്റ് ചെയ്യുമായിരുന്നു. ഒന്നതാണ്, അതായത് നമ്മുടെ പെൺകുട്ടികളുടെ വിവേകമില്ലായ്മ ഇതിനകത്തൊരു പ്രധാനപ്പെട്ട ഫാക്ടറാണ്. ഇവിടെ ഗ്രൂമിംഗ് ഗാങ് നടക്കുന്നുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന വസ്തുതയാണ്. ഇവിടെ ബ്രെയിൻ വാഷിംഗ് നടക്കുന്നുണ്ട്. മസ്തിഷ്ക പ്രക്ഷാളനത്തിലൂടെ ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികളെ ജിഹാദികൾ വലയിലാക്കുന്നുണ്ട്. ഇപ്പൊ മൊണാലിസയുടെ വിഷയമൊക്കെ തന്നെ നമ്മൾ കണ്ടില്ലേ? പ്രായപൂർത്തിയാകാത്ത 8ഉം പൊട്ടും തിരിയാത്ത ഒരു കൊച്ചിനെ കൊണ്ടുവന്ന് ഒരു തൈക്കളവൻ കെട്ടിയിട്ട് ഒടുവിൽ ആ കൊച്ചിനെ കാണാനില്ല, പറന്നുപോയെന്ന് പറഞ്ഞിട്ട് അവൻ തന്നെ ഒരു വീഡിയോ ചെയ്തിട്ട് ഇപ്പൊ ആ കൊച്ചിനെ എവിടെയോ മാറ്റിയിരിക്കുന്നു. മധ്യപ്രദേശ് പോലീസ് വന്ന് തപ്പിത്തെരയുന്നു. അപ്പോൾ ആ പെൺകുട്ടിക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നതാരാ? അഖിലയുടെ ചോര കുടിച്ച അതേ ഈശ്വരനാ വന്നത്, അതേ രാഹുൽ ഈശ്വർ തന്നെയാണ് വന്നത്. അപ്പൊ അവൻ എന്തെങ്കിലും നേട്ടമില്ലാത്ത ഒരു വിഷയത്തിന് ഒരിക്കലും അവൻ കൊണ്ടുപോയി തല വെച്ച് കൊടുക്കത്തില്ല. ഈ കണ്ണന്റെ വിഷയത്തിലും രാഹുൽ ഈശ്വറിന്റെ പ്രതികരണം ശ്രദ്ധിച്ചാൽ മതി, നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ അതിന്റെ അർത്ഥം ഇതിനകത്ത് തന്നെയുണ്ട് കുളം കുത്തികൾ. അതായത് കപ്പലിന്റെ അകത്തുള്ള ഓട്ടയിലെ വെള്ളം മാത്രമേ കപ്പൽ മുക്കൂ, പുറത്തുള്ള വെള്ളം കപ്പലിനെ മുക്കാൻ പറ്റില്ല. പലപ്പോഴും അമിത്ഷാ പറയുന്നത് പോലെ തന്നെ നമ്മുടെ രാജ്യത്തിന്റെ പുറത്തുള്ള ശത്രുക്കളെ നേരിടാൻ നമ്മുടെ സൈനികരുണ്ട്, പക്ഷേ അകത്തുള്ള ശത്രുക്കൾക്കെതിരെ എങ്ങനെ ആയുധമെടുക്കും എന്നതൊരു പ്രശ്നമാണ്. പിന്നീട് അടുത്ത ഫാക്ടർ, അവരുടെ വീട്ടുകാരും മൊത്തം ഇതിന് സപ്പോർട്ടാണ്. അതായത് ഹിന്ദു ക്രിസ്ത്യൻ കുടുംബങ്ങളിലെ കുട്ടികൾക്ക് ഒരു ലിബറൽ ആയിട്ടൊരു സ്വാതന്ത്ര്യം കൊടുത്ത് ഇവരങ്ങോട്ട് വിടുന്നു. കൊച്ചു മുസ്ലിം കുട്ടികളുമായിട്ട് കൂട്ടുകൂടുന്നു, നോമ്പ് പിടിക്കുന്നു, നമസ്കരിക്കുന്നു, അവരുടെ വീട്ടിൽ ഒന്ന് പോകുന്നു, അവരുടെ വീട്ടിൽ 2 ദിവസം നിൽക്കുന്നു, കുഴപ്പമൊന്നുമില്ല, പ്രശ്നമില്ല. പക്ഷേ തിരിച്ചുണ്ടാകുന്നില്ല. എന്താ കാരണം? 3 വയസ്സ് 3.5 വയസ്സ് മുതലേ ഫ്രഷ് ബ്രെയിനിലേക്ക് ഇവരെ പുഷ് ചെയ്ത് ഇൻജെക്ട് ചെയ്യുവാണ് ഈ മതവിഷം. അന്യമതസ്ഥർ അവര് നജസാണ്, മാലിന്യമാണ്, അവരെ കണ്ടെത്തിയെടുത്ത് വെച്ച് പിരടിക്ക് കാച്ചണം, അവരെ ഉറ്റമിത്രമായി സ്വീകരിക്കരുത്, അവരൊരിക്കലും സ്വർഗത്തിൽ പോകുന്നവരല്ല, നമ്മൾ മാത്രമാണ് നരകത്തിൽ പോകുന്നവർ, അവരെ കൂടെ സ്വർഗത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി മതം മാറ്റാൻ ഒരു ബാധ്യത നമുക്കുണ്ട് എന്ന രൂപത്തിൽ ഈ പെൺകുട്ടികൾ പഠിപ്പിക്കപ്പെട്ടു കഴിഞ്ഞു, മുസ്ലിം പെൺകുട്ടികൾ മദ്രസ തലം മുതൽ. അപ്പോൾ വീട്ടുകാർ പൂർണ്ണമായും സപ്പോർട്ട് ചെയ്യുവാണ്. അഖില ഹാദിയ എന്ന് പറയുന്ന പെൺകുട്ടി ആദ്യമായിട്ട് ആ പെൺകുട്ടിയുടെ കൂട്ടുകാരിയായ റംസീന ആ കൊച്ചിനോട് ചോദിക്കുന്നു, എന്താ നിങ്ങൾ ഇങ്ങനെ നിസ്കരിക്കുന്നത്, എന്താ നിങ്ങൾ ഇങ്ങനെ നമസ്കരിക്കുന്നതിന് മുമ്പ് എപ്പോഴും കൈയും കാലും ഒക്കെ കഴുകുന്നത്? ഈ ഒരൊറ്റ ചോദ്യമാണ് പെറ്റ തള്ള ഉരുകി മരിക്കാൻ കാരണമായതും. ആ തള്ളയെ ഒരു നോക്ക് കാണാൻ പോലും ആ പെൺകുട്ടിക്ക് സാഹചര്യം കിട്ടിയില്ല, അനുമതി കിട്ടിയില്ല. നട്ടലിന്റെ സ്ഥാനത്ത് വാഴപ്പിണ്ടിയാണെങ്കിൽ മറ്റുള്ളവരെ നമ്മളെ നിയന്ത്രിക്കും.
അതല്ലെങ്കിൽ നമുക്ക് നമ്മളെ നിയന്ത്രിക്കാൻ സാധിക്കണം. നമ്മൾ എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്ന് നമ്മളാ തീരുമാനിക്കുന്നത്. റെഡിമെയ്ഡ് ആയിട്ട് ഒരു ഭർത്താവിനെ കൊണ്ടുവന്ന് നിർത്തി കണ്ണേ പൊന്നേ എന്ന് വളർത്തിയ മാതാപിതാക്കളെ സുപ്രീം കോടതിയുടെ കൂട്ടിൽ കയറ്റി നിർത്തി വിചാരണ ചെയ്യുക. മകള് കൂടെ ആരാ? ഇന്നലെ കണ്ട ഒരു നബീസ ഉമ്മ പാപ്പയായി, ആങ്ങളയായി, അനിയനായി, ചേട്ടനായി, താത്തയായി, തങ്കച്ചിയായി എല്ലാവരുമായി വളർത്തിയ മാതാപിതാക്കൾ മാത്രം ഭ്രഷ്ട് കൽപ്പിക്കപ്പെട്ട് പുറത്തായി. അവസാനം 14ഓളം ഗുളിക കഴിക്കുന്ന ആ അമ്മ അവസാനമായി പോയൊരു യൂട്യൂബറോട്, ഒരു മാധ്യമ പ്രവർത്തകനോട് പറയുവാണ്, എന്റെ മകളൊന്ന് എന്നെ വന്നൊരു നോക്ക് കണ്ടാൽ ഒരു ഗുളിക പോലും കഴിക്കാതെ ഞാൻ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്ന്. ഒടുവിൽ അത് കഴിഞ്ഞ് ഏതാണ്ട് ഒരാഴ്ചയോളം ആ അമ്മ അത്രയും ഗുളികയിൽ ജീവൻ നിലനിർത്തി. ഒടുവിൽ ആ അമ്മ മരിച്ചു കഴിഞ്ഞിട്ട് ആ ശവമൊന്ന് കാണാൻ പോലും ആ പെൺകുട്ടി കൂട്ടാക്കിയില്ല എന്നതിൽ ആലോചിച്ച് നോക്ക്. എത്രമാത്രം ക്രൂരതയാണ് ആ കൊച്ചിന്റെ മനസ്സിലേക്ക് നിറയ്ക്കപ്പെട്ടതെന്ന്. നമ്മുടെ മാതാപിതാക്കളെ കുറിച്ച് ലോകം മുഴുവനും നമ്മളോട് എതിര് പറഞ്ഞാലും നമുക്കത് കേൾക്കാൻ പറ്റുമോ? ഒരു പക്ഷേ എന്റെ ഉമ്മച്ചിയോ വാപ്പച്ചിയോ എത്ര വലിയ ക്രൂരന്മാരാണെങ്കിലും ദുഷ്ടന്മാരാണെങ്കിലും ശരി, ഈ ലോകം മുഴുവനും എതിര് നിന്നാലും ഞാൻ അവർക്ക് വേണ്ടിയിട്ട് ഇവരോട് യുദ്ധം ചെയ്യും. കാരണം അത് ഓരോരുത്തരുടെയും ചോരക്കുണമാണ് കേട്ടോ. തന്തക്കുണം എന്നത് വേറെയുണ്ട്, അത് വേറെ കിട്ടണം. എല്ലാവർക്കും അത് കിട്ടണമെന്നില്ല. നമ്മളെ പെറ്റുവളർത്തിയ മാതാപിതാക്കൾ കാഫിറുകളാണ്, നരകത്തിന്റെ അവകാശികളാണ്. അവരോട് മിണ്ടാൻ പാടില്ല. അവരുടെ ഡെഡ് ബോഡിയിൽ നോക്കിയാൽ പോലും തുപ്പണം എന്നൊരാൾ പറഞ്ഞാൽ ആദ്യം അവന്റെ മുഖത്ത് ചെരിപ്പൂരി അടിച്ചിട്ട് ഇറങ്ങി ജന്മം നൽകിയ മാതാപിതാക്കളുടെ അടുക്കലേക്ക് പോകാൻ നമ്മുടെ കുട്ടികൾക്ക് ആർജവം ഉണ്ടാകണം. ആതിരമാരെ പോലെ, ശ്രുതി എന്ന ചിത്രമാരെ പോലെ, നെസ്രിനാക്കപ്പെട്ട പെൺകുട്ടിയെ പോലെ, റഹ്മത്ത് എന്നാക്കപ്പെട്ട ശ്രുതിയെ പോലെ 100 കണക്കിന് പെൺകുട്ടികൾ ഇന്നുമുണ്ട്. മതപരിവർത്തന കേന്ദ്രങ്ങളിൽ നിന്നും തലനാരിഴ വ്യത്യാസത്തിന് ജീവൻ പോകാതെ, ഫാനിൽ തൂങ്ങിയാടാതെ, ശ്രദ്ധാ കപൂറന്മാരായി ഫ്രിഡ്ജിനകത്ത് 35 കഷ്ണമായി പോളിത്തീൻ കവറുകളിൽ ഇരുന്ന് റെസ്റ്റ് എടുക്കാതെ രക്ഷപ്പെട്ട പെൺകുട്ടികളുണ്ട് ഈ ജിഹാദികളുടെ വലകളിൽ നിന്ന്. അതുപോലെ കരുത്താർജിച്ച് എന്താണ് എന്റെ അമ്മ, എന്താണ് എന്റെ അച്ഛൻ, ലോകത്തെ ഏറ്റവും കൂടുതൽ എന്റെ നന്മ ആഗ്രഹിക്കുന്നത് എന്റെ മാതാപിതാക്കളായിരിക്കും എന്ന് ഈ ചവറുകൾ തിരിച്ചറിയാത്തിടത്തോളം കാലം ഇതുപോലെയുള്ള ജിഹാദി കുഞ്ഞുങ്ങൾ വല വിരിച്ച് കാത്തിരിക്കും. ആദ്യം അവര് പറയും, നീ സുന്ദരിയാണ്, എന്താ നിന്റെ ഒരു ശബ്ദം, എനിക്ക് നിന്നെ കാണാതെ പറ്റുന്നില്ല, ഈ ഡ്രസ്സിൽ നീ എത്രമാത്രം സുന്ദരിയാണ്. ക്ലബ് ഹൗസ് തുടങ്ങിയ സമയത്ത് ഒരു ഉസ്താദ് കുറെ യുവാക്കൾക്ക് ക്ലാസ് കൊടുക്കുക. ഇങ്ങനെയാണ് പെൺകുട്ടികളോട് സംസാരിക്കേണ്ടത്. അവരോട് സംസാരിക്കാൻ, അവരെ കാണാൻ നിങ്ങൾ പോകുമ്പോഴൊന്ന് കുളിക്കണം, നല്ല പെർഫ്യൂം അടിക്കണം, നല്ല വേഷം ധരിക്കണം, മധുരമായി സംസാരിക്കണം. അവര് വീണു എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ ഉദ്ധരിച്ച ലിംഗമെടുത്ത് പ്രയോഗിക്കുക, ക്യാമറ എടുത്ത് പിടിക്കുക. ഇതൊക്കെ ഇവർക്ക് വ്യക്തമായ രൂപത്തിൽ കൃത്യമായി കോച്ചിങ് കിട്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുന്ന വിഭാഗമാണ് ഇവര്. അതുകൊണ്ട് അവര് മാത്രം മിടുക്കന്മാരാണെന്ന് പറയരുത്. ചെന്നു വീഴുന്ന പാഴുകൾ ചിന്തിക്കണം, ഞാൻ ഇതെവിടേക്കാണ് പോകുന്നത്, എനിക്ക് ഈ വഴിയിൽ എന്തെങ്കിലും സംഭവിച്ചാൽ ആരാണ് എനിക്ക് വേണ്ടി സംസാരിക്കേണ്ടത്? എന്റെ മാതാപിതാക്കളാണ്. അവരെയാണ് ആദ്യം ശത്രുവാക്കി അകറ്റി നിർത്തുന്നത്. മൊണാലിസയുടെ ഏറ്റവും അവസാനത്തെ ഈ വിഷയം വരെ എടുത്താൽ നമുക്ക് മനസ്സിലാകും, ഈ കുഞ്ഞിന് എട്ടും പൊട്ടും തിരിയില്ല, വിദ്യാഭ്യാസമില്ല, വിവരമില്ല, ലോകപരിജ്ഞാനമില്ല. എന്റെ കുഞ്ഞിനെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് എന്നറിയാതെ വാവിട്ട് വിലപിക്കുന്ന ഒരു അമ്മയുടെ വേദന നമുക്ക് മനസ്സിലാകും. ഒരു പിതാവ് കോടതി കയറിയിറങ്ങുവാണ് എന്റെ മകളെ ഒന്നൊരു നോക്ക് കാണാൻ. ഇന്നലെ വരെ എന്റേതു മാത്രമായിരുന്ന എന്റെ മകളോട് ഇന്നൊന്ന് സംസാരിക്കണമെങ്കിൽ എവിടെയോ കിടന്നവന്റെ ഒക്കെ സമ്മതം വേണ്ടി വരുന്ന ഒരു സാഹചര്യം. ഇത് നമ്മുടെ മക്കൾ ഇതിനകത്ത് ബോധവാന്മാരായിട്ടില്ലെങ്കിൽ രക്ഷയില്ല. അഫ്താബ് അമീൻ എന്ന് പറയുന്ന ഡൽഹിയിലെ ഒരു ഇറച്ചി വെട്ടുകാരൻ ഒരു ശ്രദ്ധാ കപൂർ എന്ന് പറയുന്ന പെൺകുട്ടിയുമായി പ്രണയത്തിലാകുന്നു. അപ്പോ വീട്ടുകാരൊക്കെ അതിനെ എതിർക്കുന്നു. ഇല്ല, എനിക്ക് അവന്റെ കൂടെ പോയേ പറ്റൂ. ഒടുവില് നിങ്ങൾ അടിച്ചു നോക്കിയാൽ മതി, അഫ്താബ് അമീൻ പൂനവാല, ശ്രദ്ധാ വാൾക്കർ എന്നാണ് ആ പെൺകുട്ടിയുടെ പേര്. നിങ്ങൾ ഗൂഗിളിലോ ഏത് പ്ലാറ്റ്ഫോമിലാണെങ്കിലും അടിച്ചു നോക്കിയാൽ മതി, നിങ്ങൾക്ക് ഇതിന്റെ കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് കിട്ടും. എന്നിട്ട് ഇവർക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് താമസിക്കണം. മാതാപിതാക്കളെ ധിക്കരിച്ച് ഇവർ രണ്ടുപേരും ഒരുമിച്ച് ഒരു ഫ്ലാറ്റ് എടുത്ത് ജീവിക്കാൻ ആരംഭിക്കുന്നു. രണ്ടുപേരും IT കമ്പനികളില് നല്ല ജോലിയില് നല്ല ശമ്പളം അടിച്ചു പൊളിച്ച് ജീവിക്കുന്നു. ഒരു മധുര പ്രതികാരം എന്നതുപോലെ അച്ഛനോടും അമ്മയോടും ഒപ്പം ഉള്ളതിനേക്കാൾ ഏറ്റവും സന്തോഷവതിയാണ് താനെന്ന് കാണിക്കാൻ
ആ പെൺകുട്ടി ദിനേന ഫോട്ടോസ് ഇടുന്നു. അമ്മയില്ലാത്ത ദുഃഖം അറിയിക്കാതെ ഈ പെൺകുട്ടിയെ വളർത്തിയ പിതാവ് അത് കണ്ടിട്ട് മനസ്സുകൊണ്ട് സന്തോഷിക്കുന്നു. ശരി, എന്റെ മോള് സന്തുഷ്ടയായിരിക്കുന്നല്ലോ. ഒരു ദിവസമായി ഈ ഫോട്ടോ വരുന്നില്ല, സ്റ്റാറ്റസ് വരുന്നില്ല. രണ്ടാമത്തെ ദിവസമായി ഫോട്ടോ വരുന്നില്ല, സ്റ്റാറ്റസ് വരുന്നില്ല. ആ അച്ഛൻ ഇരിക്കപ്പൊറുതിയില്ല. അവർക്ക് 48 മണിക്കൂർ തികയ്ക്കാൻ ആ തന്തയ്ക്ക് കഴിഞ്ഞില്ല. അയാൾ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നു. ഇപ്പൊ തന്നെ നിങ്ങൾ എന്റെ കൂടെ വരണം, എന്റെ മകള് താമസിക്കുന്ന ഫ്ലാറ്റ് തുറക്കണം. ഫ്ലാറ്റ് തുറക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ അവിടെ മോളുടെ വാച്ചുണ്ട്, ചെരുപ്പുണ്ട്, മകള് സ്ഥിരമായി ഉപയോഗിക്കുന്ന ബാഗ് അവിടെയുണ്ട്, ഫോൺ അവിടെയുണ്ട്. മകള് മാത്രമില്ല. അവരെ അതീവ ജാഗ്രതയോടുകൂടി കുറച്ച് പോലീസുകാർ വീട് മൊത്തം കട്ടിലിന്റെ അടിയിലും എത്തേല ടെറസിന്റെ മുകളില് എല്ലായിടവും തുറന്നു നോക്കുന്നു, കണ്ടില്ല. ഒടുവിൽ അതിൽ നിന്നുണ്ടായിരുന്ന ഒരു പോലീസുകാരൻ ഫ്രിഡ്ജ് തുറന്നു നോക്കുമ്പോൾ അവരെ നോക്കിയിരിക്കുന്നത് പോലെയുണ്ട്. ശ്രദ്ധാ വാൾക്കറിന്റെ തല ഫ്രീസറിൽ വീട്ടി വെച്ചിരിക്കുന്നു. 35 കഷ്ണങ്ങളായി ആ കുട്ടി പോളിത്തീൻ കവറിൽ ഫ്രിഡ്ജിനകത്തിരുന്ന് വിശ്രമിക്കുകയും ചെയ്യുന്നു. ഇതൊക്കെ നമ്മുടെ രാജ്യത്ത് നടക്കുന്നതാ. അപ്പോ ഇതുപോലെ ഇവരുടെ വലയിൽ ചെന്നു വീഴുന്ന പെൺകുട്ടികൾ, ഇതുപോലെ സമാനമായിട്ടുള്ള 100 സംഭവങ്ങൾ ഉണ്ട് എന്ന് ചിന്തിക്കണം. എല്ലാവരും ഇങ്ങനെ ചെയ്യുന്നവരാണ് എന്നൊന്നും പറയുന്നില്ല. പക്ഷേ അതിന്റെ ആരംഭം തുടങ്ങുന്നത് മതം പറഞ്ഞിട്ടായിരിക്കുമെന്ന് നമ്മുടെ മക്കൾ തിരിച്ചറിയാത്തിടത്തോളം കാലം ഇതൊക്കെ ഇനിയും ആവർത്തിക്കും. ഓക്കെ.